നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാങ്ങ അച്ചാറാണ്. വെൽക്കം ടു ദ വീഡിയോ. മാങ്ങാച്ചാറിന് വേണ്ട 2 കിലോ മാങ്ങയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. 2 കിലോ മാങ്ങ എന്ന് പറയുമ്പോൾ ഒരു 13 എണ്ണം ഉണ്ടായിരുന്നു. അത് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വയ്ക്കാം. അരിഞ്ഞു വെച്ച മാങ്ങാ കഷ്ണങ്ങളിലേക്ക് 5 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുത്ത് പൊടിക്കാനുള്ളതാണ്. അടുത്തായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് അതിലൊരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഗ്യാസ് സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾക്ക് കടുക്, ഉലുവ വറുത്ത് പൊടിച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കാരണം കാശ്മീരി മുളക് പൊടിക്ക് ഒരു കയ്പ്പ് രസമുണ്ട്. അത് സെറ്റാവുന്നത് വരെ സിമ്മിൽ വെച്ചിട്ട് ഈ ചേരുവകളൊന്നും കരിയാതെ തന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മാങ്ങ അച്ചാറിൽ വെളുത്തുള്ളി ആവശ്യമുള്ളവർ ചേർക്കും. പക്ഷേ ഞാനിത് ചേർത്തിട്ടില്ല. ഞാനിത് സദ്യയ്ക്ക് വിളമ്പുന്ന മാങ്ങ അച്ചാറിൽ നമ്മൾ വെളുത്തുള്ളി ഉണ്ടാവാറില്ല. അതേപോലുള്ള മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 5 മിനിറ്റ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഗ്യാസ് കൂടുതൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്യാം. ഈ മസാലക്കൂട്ട് നന്നായിട്ട് യോജിച്ച് വരുന്നതുവരെ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. കാരണം മുളക് പൊടി കരിയാതെ ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലക്കൂട്ട് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്യാം. ഈ മസാലക്കൂട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിൽ വിനാഗിരി ഒഴിച്ചത് ഈ മാങ്ങ അച്ചാറ് കേടുകൂടാതിരിക്കാനും പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ അതിന് കുറച്ച് പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനാഗിരി ആഡ് ചെയ്തിരിക്കുന്നത്. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് കൂടുതൽ വിനാഗിരി ആഡ് ചെയ്യാം. പുളിയുള്ള മാങ്ങയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം വിനാഗിരി ചേർത്താൽ മതിയാവും. അപ്പോൾ ഈ കൂട്ട് റെഡിയായി കഴിയുന്നു. ഒന്ന് നല്ല കൂട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ മസാലക്കൂട്ടിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മളെ മാങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ മാങ്ങ ഇതിൽ ചേർത്തതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ തിളച്ച കൂട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. കാരണം പച്ച മാങ്ങ ഇതിലേക്ക് തിളച്ച മസാലക്കൂട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാങ്ങയുടെ ടേസ്റ്റ് പോയിട്ട് ഒരു വെന്ത ടേസ്റ്റ് വരും. അപ്പോൾ മാങ്ങ അച്ചാർ ഒരു പച്ച ടേസ്റ്റോട് കൂടി ഇരിക്കുന്നതായിരിക്കും കഴിക്കുമ്പോൾ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മസാലക്കൂട്ട് നമുക്കൊന്ന് ഗ്യാസിൽ ഓഫ് ചെയ്ത് വയ്ക്കാം. ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ശേഷം ചൂടാറിയതിന് ശേഷം മാങ്ങാക്കൂട്ട് ചേർക്കാം. ഇങ്ങനെ ഈ കൂട്ട് നല്ലെണ്ണ മേലെ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ മസാലക്കൂട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങാ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് രസത്തോട് കൂടിയ അതേപോലെ ഉപ്പോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്.
മാങ്ങ കഷ്ണങ്ങൾ കൂട്ടിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം തിളച്ച കൂട്ടിലേക്ക് മാങ്ങ ഇട്ടാൽ മാങ്ങയുടെ ടേസ്റ്റ് മാറും, വെന്തൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതൊരു പച്ച മാങ്ങയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കൂട്ട് ചൂടാറിയതിന് ശേഷം മിക്സ് ചെയ്യും. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു ഈർപ്പം വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് മാറ്റി എയർ ടൈറ്ററിലുള്ള പാത്രത്തിലാക്കിയിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. നല്ല ചൂടാറിയിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത പാത്രത്തിൽ വേണം ആക്കാൻ, അല്ലെങ്കിൽ അച്ചാർ കേടാവും. ഓക്കെ, അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.